എനിക്ക് ഫോൾ ഗായ് എന്ന സിനിമയായിട്ടൊരു കണക്ഷൻ ഉണ്ട്. കാരണം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ സിനിമയെ ബേസ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ മെയിലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രീമിയർ നടക്കുന്നു, അവിടുത്തെ കുറേ ഫോട്ടോസ് അയച്ചു തരുന്നു, അങ്ങനെ അപ് ടു ഡേറ്റ് ആയിട്ട് വീക്കെൻഡുകളിൽ 2-3 ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ അപ്ഡേറ്റുകളൊക്കെ എൻ്റെ മെയിലിൽ ഈ സിനിമയെ കുറിച്ചിട്ട് വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ നോട്ടീസ് ചെയ്തൊരു സിനിമയാണ് ഫോൾ ഗായ്. ആൻഡ് അതൊന്ന് പോയിട്ട് കണ്ടു. അപ്പോൾ നമുക്ക് ഫോൾ ഗായിനെ കുറിച്ചിട്ട് സംസാരിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഹോളിവുഡ് സിനിമകളിൽ സ്റ്റണ്ട്മാനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറിൻ്റെ കഥയാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ ഈ സിനിമയിൽ എമിലി ബ്ലണ്ട് ഉണ്ട്, ആരോൺ ടൈലർ ഉണ്ട്, ആൻഡ് ഓഫ് കോഴ്സ് റയൻ ഗോസ്ലിംഗ് ഉണ്ട്. അപ്പോൾ ഈ 3 പേരുകൾ കേൾക്കുമ്പോഴത്തേക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് വരും. നല്ല ആർട്ടിസ്റ്റുകളാണല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സിനിമയാണ് ഞാൻ പ്രതീക്ഷിക്കുക. പക്ഷേ ഇതങ്ങനെയല്ല വന്നിട്ടുള്ളത്. ഇൻട്രൊഡക്ഷൻ പോർഷനിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഈ സിനിമയ്ക്കുണ്ട്. ഇടയ്ക്ക് തുടക്കത്തിലൊക്കെ ചിരിക്കാനുള്ള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഈ സിനിമയുടെ പ്രോഗ്രഷൻ പോകുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ ഹോളിവുഡ് പോട്ട് ബോയിലർ പോലെയാണ് പോകുന്നത്. എന്ന് വെച്ചാൽ അത്രയും ക്ലീഷേഡ് ആയിട്ടുള്ളൊരു മാനറിലാണ് ഈ സിനിമ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി എന്താണ് ഇൻസിഡൻസ് വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി പാറ്റേണൊക്കെ പോകുന്നൊരു പോക്ക് കാണുമ്പോഴത്തേക്കും അത്യാവശ്യം പ്രഡിക്റ്റബിൾ ആവുന്നൊരു സെറ്റപ്പിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ വലിയ വണ്ടറോ അല്ലെങ്കിൽ അത്ര ഹൈ മൊമെൻറ്റ്സ് ഒന്നും എനിക്ക് ഈ സിനിമയുടെ കേസിൽ തോന്നിയിട്ടില്ല. ഒരു പോയിന്റിൽ നിന്ന് ഭയങ്കര ബോറിംഗ് ആയൊരു വാച്ചിലോട്ടാണ് ദ ഫോൾ ഗായ് എന്ന സിനിമ പിന്നീട് പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര വലിയ പഞ്ച് കിട്ടാത്തൊരു സിനിമയായിട്ടാണ് ഫോൾ ഗായ് എന്ന സിനിമ തോന്നിയത്. മൊത്തത്തിൽ പറയുമ്പോൾ എനിക്ക് തീരെ വർക്കാവാത്തൊരു ഫിലിമാണ് ദ ഫോൾ ഗായ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.